നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. അക്രമികൾ കുടുങ്ങുന്നു. പണിമുടക്കിന്റെ മറവിൽ തിരുവനന്തപുരത്ത് SBI ശാഖ അടിച്ചു തകർത്ത കേസിൽ 2 NGO യൂണിയൻ നേതാക്കൾ അറസ്റ്റിൽ. ട്രഷറി ഡയറക്ടറേറ്റിലെ സീനിയർ അക്കൗണ്ടന്റ് അശോകൻ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ അറ്റൻഡർ ഹരിലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെയായിരുന്നു SBI ട്രഷറി ബ്രാഞ്ചിൽ പണിമുടക്ക് അനുകൂലികളുടെ അക്രമം. ബാങ്ക് അധികൃതരുടെ മൊഴിയിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ പോലീസിൽ കീഴടങ്ങിയ അശോകനെയും ഹരിലാലിനെയും കോടതിയിൽ ഹാജരാക്കി. ബാങ്ക് അധികൃതർ സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു. പോലീസ് മൊഴിയെടുത്തു. ഞാൻ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ്, നമ്മുടെ കൺട്രോളറിനെയും DGMനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ അവർ അവിടുന്ന് സ്വീകരിച്ചോളുന്നു. 15 പേർക്കെതിരെയാണ് കേസെങ്കിലും CCTV ദൃശ്യങ്ങളിലുള്ളത് 9 പേരാണ്. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. അറസ്റ്റിലായവർക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. അയോധ്യ കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് UU ലളിത് പിന്മാറി. മുൻപ് അയോധ്യയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ അദ്ദേഹം അഭിഭാഷകനായി വാദിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ജസ്റ്റിസ് ലളിത് പിന്മാറിയത്. അന്തിമവാദത്തിനുള്ള തീയതി തീരുമാനിക്കാനായി കേസ് ഈ മാസം 29-ന് പരിഗണിക്കും. അയോധ്യ കേസിൽ അന്തിമവാദത്തിന്റെ തീയതി നിശ്ചയിക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഇന്ന് ആദ്യ സിറ്റിംഗ് നടത്തിയത്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിന് വേണ്ടി 1997-ൽ UU ലളിത് ഹാജരായിരുന്നു. കേസിൽ മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാജീവ് ധവാൻ ഇക്കാര്യം കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് പിന്മാറുന്നതായി ജസ്റ്റിസ് ലളിത് അറിയിച്ചത്. മറ്റൊരു ജഡ്ജിയെ ഉൾപ്പെടുത്തി ബെഞ്ച് പുനഃസംഘടിപ്പിക്കുമെന്നും ജനുവരി 29-ന് കേസ് പരിഗണിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി. അയോധ്യ കേസിലെ രേഖകളുടെ പരിഭാഷ സംബന്ധിച്ച് തർക്കമുള്ളതിനാൽ ഔദ്യോഗിക പരിഭാഷകനെ കോടതി ചുമതലപ്പെടുത്തി. മുദ്രവച്ച 15 ട്രങ്ക് പെട്ടികളിലായി പേർഷ്യൻ, സംസ്കൃതം, അറബി, ഗുർമുഖി, ഹിന്ദി ഭാഷകളിലുള്ള രേഖകളാണ് പരിഭാഷപ്പെടുത്തേണ്ടത്. 88 സാക്ഷികളും 15,800 പേജ് സാക്ഷിമൊഴികളുമാണ് ഉള്ളത്. ഹൈക്കോടതി വിധി മാത്രം 8,533 പേജുകൾ. രേഖകൾ നേരിട്ട് പരിശോധിച്ച് രജിസ്ട്രി നൽകുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് കോടതി അന്തിമവാദത്തിന്റെ തീയതി നിശ്ചയിക്കുക. അയോധ്യ കേസ് 3-അംഗ ബെഞ്ചിൽ നിന്ന് 5-അംഗ ബെഞ്ചിലേക്ക് വിട്ടത് ചീഫ് ജസ്റ്റിസിന്റെ അധികാരപരിധി ഉപയോഗിച്ചാണെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിശദീകരിച്ചു. ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്നതും രേഖകളുടെ ബാഹുല്യവും കാരണം അയോധ്യ കേസിലെ നടപടികൾ വീണ്ടും നീളുകയാണ്. സംഘപരിവാർ സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്തിമ വിധിയുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ രാമരാജനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ലോട്ടറി നികുതി വർദ്ധിപ്പിക്കുന്നതിൽ GST കൗൺസിലിൽ ശക്തമായ എതിർപ്പ് അറിയിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ലോട്ടറി നികുതി 12% നിന്ന് 28% ഉയർത്താനുള്ള ശ്രമത്തെ എതിർക്കും. കേരളത്തിന്റെ പ്രളയ സെസിന്റെ കാര്യത്തിലടക്കം അന്തിമ തീരുമാനമെടുക്കുന്ന GST കൗൺസിൽ യോഗം ഡൽഹിയിൽ തുടരുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായ GST കൗൺസിൽ യോഗമാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. പ്രളയ ദുരിതം മറികടക്കാൻ പ്രത്യേക സെസ് ഈടാക്കാൻ കേരളത്തിന് അനുമതി നൽകാൻ മന്ത്രിതല സമിതി ശുപാർശ ചെയ്തിരുന്നു. 1% വരെ സെസ് 2 വർഷത്തേക്ക് ഈടാക്കാനായിരുന്നു ശുപാർശ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നത്തെ GST കൗൺസിൽ എടുക്കും. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വിദേശ വായ്പാ പരിധിയുടെ കാര്യവും GST കൗൺസിൽ ചർച്ച ചെയ്യും. ലോട്ടറി നികുതി ഉയർത്താനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് യോഗത്തിനു മുമ്പ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. നമ്മൾ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഇത്തരത്തിലുള്ള തോന്നിയവാസം അനുവദിക്കാൻ പറ്റത്തില്ല. ഫെഡറൽ കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിക്ഷിപ്ത താല്പര്യം വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 കോടി രൂപയ്ക്ക് താഴെ ഇടപാട് നടത്തുന്നവർ വർഷത്തിലൊരിക്കൽ നികുതി റിട്ടേൺ സമർപ്പിച്ചാൽ മതി എന്നതടക്കം മറ്റു പ്രധാന ശുപാർശകളും GST കൗൺസിലിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. നിർമ്മാണ കരാറിന്റെ പണം നൽകാത്തതിന് CSI ബിഷപ്പിനെ തടഞ്ഞുവെച്ച് കരാറുകാരും ജീവനക്കാരും. സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണം നടത്തിയതിൽ 11 കോടിയോളം രൂപ നൽകാനുണ്ടെന്നാണ് പരാതി. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയുണ്ടാക്കി. രാവിലെ തന്നെ CSI മഹായിടവക ആസ്ഥാനത്ത് സ്വകാര്യ നിർമ്മാണ കമ്പനി ഉടമയും തൊഴിലാളികളും പ്രതിഷേധം തുടങ്ങിയിരുന്നു. ബിഷപ്പ് ധർമ്മരാജ റസാൽ കാറിൽ പുറത്തേക്കിറങ്ങിയതോടെ പ്രതിഷേധം ശക്തമായി. സ്ത്രീകളടക്കമുള്ള സംഘം കാർ തടഞ്ഞു. പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി.
വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 11 കോടിയിലധികം രൂപ സഭ നൽകാനുണ്ടെന്നും നിർമ്മാണോപകരണങ്ങൾ വിട്ടു നൽകുന്നില്ലെന്ന് ആരോപിച്ചുമായിരുന്നു പ്രതിഷേധം. പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച യോഗം ചേരാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇപ്പോഴത്തെ CSI സഭാ സെക്രട്ടറി ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടി 50 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ വൈരാഗ്യമാണ് എന്റെ അടുത്ത് ഈ കാണിക്കുന്നത്. പണിയായുധം മാത്രമേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ. ബാക്കി കോടതിയെങ്കിലും നിശ്ചയിച്ച് കാശ് കിട്ടട്ടെ. മുൻ ഭരണസമിതിയുമായി ചേർന്ന് കരാറുകാരൻ അഴിമതി നടത്തിയെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ വിധി വന്ന ശേഷമേ പണം നൽകുന്നതിൽ തീരുമാനമുണ്ടാകൂ എന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. ആർബിട്രേഷനെ വെച്ചിട്ടുണ്ട്. ആർബിട്രേഷന്റെ കാര്യവും കോടതിയുടെ കാര്യവും കേസുകൾ നടക്കുകയാണ്. അപ്പൊ കേസുകൾ അനുസരിച്ച് അതെങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ഞങ്ങളും കേസ് പറയേണ്ടി വരും. അതനുസരിച്ചേ നമുക്ക് അതിന്റെ മറുപടി പറയാൻ പറ്റുള്ളൂ. മുൻ ഭരണസമിതി ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്ന ആരോപണവുമായി 2 മാസം മുൻപും സഭാസ്ഥാനത്ത് പ്രതിഷേധമുണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ അവഹേളിച്ച് ദീപികയിൽ ലേഖനം. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സിസ്റ്റർ ലൂസിയോട് സഭ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം സിസ്റ്റർ നിരസിച്ചതിന് പിന്നാലെയാണ് സഭാ പ്രസിദ്ധീകരണമായ ദീപിക പേരു പറയാതെ സിസ്റ്റർ ലൂസിക്കെതിരെ രംഗത്തെത്തിയത്. ആരോപണങ്ങളിൽ തളരില്ലെന്ന് സിസ്റ്റർ ലൂസി പറഞ്ഞു. സമൂഹത്തിന് മുന്നിൽ സിസ്റ്റർ സന്യാസത്തെ അപഹസിക്കുകയാണെന്ന് ദീപിക ലേഖനം കുറ്റപ്പെടുത്തുന്നു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ സഭാധികാരികളുടെ അനുവാദമില്ലാതെയാണ് സിസ്റ്റർ ലൂസി പങ്കെടുത്തത്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ ചുരിദാർ ധരിച്ച് ഫോട്ടോ എടുത്തതിനെയും ലേഖനം വിമർശിക്കുന്നു. സുപ്പീരിയർ ജനറൽ അയച്ച കത്ത് മാധ്യമങ്ങൾക്കു നൽകിയത് അനുസരണക്കേടാണ്. ജലന്ധർ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയെ കുറ്റക്കാരനെന്ന് മാധ്യമങ്ങൾ വിധിക്കുകയാണ്. സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ ലേഖനം ചോദ്യം ചെയ്യുന്നു. ദാരിദ്ര്യം വ്രതമായി സ്വീകരിക്കാത്ത രൂപതാ വൈദികൻ ജീവിക്കുന്നത് പോലെ തനിക്കും ജീവിക്കണമെന്ന് സന്യാസിനി വാശി പിടിക്കാറില്ലെന്നും ലേഖനം പറയുന്നു. ഈ കല്ലേറിൽ താൻ തകരുകയോ തളരുകയോ ഇല്ലെന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചു. നീതിക്ക് വേണ്ടി പൊരുതിയ കർത്താവാണ് തന്റെ വഴികാട്ടിയെന്നും അവർ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നെപ്പോലെ സുതാര്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ഇപ്പം കല്ലെറിയുന്നതിന്റെ പേരിൽ ഞാൻ താഴെ വീഴുകയോ തളരുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റി. കേസിലെ 3ാം പ്രതിയായ KCB മുൻ ചെയർമാൻ R ശിവദാസന്റെ ആവശ്യം അംഗീകരിച്ചാണ് കേസ് മാറ്റിയത്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്ക് എതിരെ CBI ആണ് അപ്പീൽ നൽകിയത്. പ്രതിപട്ടികയിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കിയ പിണറായി വിജയൻ, K മോഹനചന്ദ്രൻ, A ഫ്രാൻസിസ് എന്നിവർ ലാവ്ലിൻ ഇടപാടിലെ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നാണ് അപ്പീലിൽ CBIയുടെ വാദം. സ്ത്രീകൾക്കെതിരായ വിവാദ പരാമർശത്തിൽ നടൻ കൊല്ലം തുളസിക്ക് മുൻകൂർ ജാമ്യമില്ല. സുപ്രീം കോടതി വിധിക്ക് എതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പ്രസംഗമെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇവിടുത്തെ അമ്മമാരൊക്കെ ശബരിമലയിൽ പോകണം. എന്തിനാണെന്നറിയോ? ചില ലവളുമാര് വരും, ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ട അവർ രണ്ടായിട്ട് വലിച്ച് കീറണം. കീറി ഒന്നിനും ഡൽഹിയിലേക്കും ഒന്നീ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ഇട്ടു കൊടുക്കണം. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള നയിച്ച ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ 12 ചവറയിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു കൊല്ലം തുളസിയുടെ പ്രസംഗം. പരാമർശം ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി നിരീക്ഷിച്ചു. സുപ്രീം കോടതി വിധിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പ്രസംഗം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഉടൻ ഹാജരാകാൻ കോടതി കൊല്ലം തുളസിക്ക് നിർദ്ദേശം നൽകി. നേരത്തെ പരാമർശം വിവാദമായതോടെ കൊല്ലം തുളസി മാപ്പ് പറഞ്ഞിരുന്നു. ആവേശത്തിൽ പറഞ്ഞുപോയതാണെന്നും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചതെന്നുമായിരുന്നു വിശദീകരണം. DYFI ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ചവറ പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനെതിരായ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. റഫാൽ വിവാദത്തിൽ രാഹുലിന്റെ പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നോട്ടീസ്. 56 ഇഞ്ചുകാരനായ രാജ്യത്തിന്റെ കാവൽക്കാരൻ റഫാൽ ആരോപണത്തിന് മറുപടി പറയാൻ സ്ത്രീയെ ഏൽപ്പിച്ച് ഓടി ഒളിച്ചു എന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ഈ പ്രസ്താവന നിർമ്മല സീതാരാമനെ അപമാനിക്കുന്നതാണെന്നാണ് ആരോപണം. പ്രസ്താവനയുടെ സാഹചര്യം വിശദമാക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടതായി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനുള്ള കോൺഗ്രസിന്റെ നിർണായക യോഗം ഡൽഹിയിൽ തുടങ്ങി. പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറിമാരും PCC അധ്യക്ഷന്മാരും പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിലുണ്ട്. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ, സഖ്യ സാധ്യതകൾ, പ്രചാരണ വിഷയങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയാകും. കർണാടകയിൽ കോൺഗ്രസ് JDS സഖ്യത്തിൽ വിള്ളൽ വീഴുന്നു. കോൺഗ്രസ് ഇടപെടൽ മൂലം ഗുമസ്തനെ പോലെ ജോലി ചെയ്യേണ്ടി വരുന്നുവെന്ന് മുഖ്യമന്ത്രി HD കുമാരസ്വാമി തുറന്നടിച്ചു. JDS നിയമസഭാ കക്ഷി യോഗത്തിലാണ് കുമാരസ്വാമി കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമുയർത്തിയത്.
ഭരണത്തിലേറി 10 മാസം തികയും മുൻപ് തന്നെ ഭിന്നത രൂക്ഷമായതിന്റെ സൂചനകളാണ് മുഖ്യമന്ത്രിയും JDS MLAമാരും പങ്കുവച്ചത്. കോൺഗ്രസ് ഇടപെടലുകൾ മൂലം ഒരു ഗുമസ്തനെ പോലെയാണ് പണിയെടുക്കേണ്ടി വരുന്നതെന്നാണ് മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെ പുതിയ തുറന്നുപറച്ചിൽ. JDS MLAമാരുടെയും MLCമാരുടെയും യോഗത്തിലാണ് പരാമർശം. പാർട്ടിയിലെ മറ്റു ചില MLAമാരും കോൺഗ്രസുമായുള്ള സഖ്യത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞു. HD ദേവഗൌഡയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു വികാരപരമായ പരാമർശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സഖ്യത്തിന്റെ കാര്യത്തിൽ ഒന്നും തീരുമാനിക്കാനാകില്ലെന്നായിരുന്നു ദേവഗൌഡയുടെ മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് 12 സീറ്റുകളാണ് JDU ആവശ്യപ്പെട്ടത്. നേരത്തെ JDS കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ BJP ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി ജനുവരി 15-ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 100 കോടി രൂപ ചെലവിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം പൂർത്തിയാക്കിയ പദ്ധതിയാണിത്. M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന വരവിൽ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വരവിൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ഉണ്ടാകും എന്ന വിവരം വന്നിരുന്നു. അതിൽ വ്യക്തതയാണോ ഇപ്പോൾ വന്നിട്ടുള്ളത്? തീർച്ചയായും അക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രധാനമന്ത്രിയെ ഈ ചടങ്ങിൽ എത്തിക്കുന്നതിനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അതിനിടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ കൂടി ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നത്. പ്രധാനമന്ത്രി അന്നേ ദിവസം 15-ാം തീയതി വൈകിട്ട് 7 മുതൽ 10 വരെയാണ് ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സമയം നൽകിയിരിക്കുന്നത്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം 100 കോടി രൂപ ചിലവഴിച്ചാണ് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള പദ്ധതി മുന്നോട്ട് വച്ചിരുന്നത്. ആ പദ്ധതിയാണ് വിവിധ നടകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനടക്കമുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി 15-ാം തീയതി ഉദ്ഘാടനം ചെയ്യുക. ശരി ഉണ്ണികൃഷ്ണൻ. പാർലമെന്റ് പാസാക്കിയിട്ടും അനിശ്ചിതത്വം മാറാതെ സാമ്പത്തിക സംവരണ ബിൽ 30% വരുന്ന മുന്നോക്ക വോട്ടുകളിൽ കണ്ണുവെച്ചുള്ള കേന്ദ്ര നീക്കം നിയമപരമായി നിലനിൽക്കുമോ എന്ന സംശയമാണ് നിയമകേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. ബിൽ പാസായത് രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. നിലവിലെ സംവരണത്തിനു പുറമെ 10% സംവരണം കൂടി എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സംവരണം 50% നിശ്ചയിച്ച സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് സാമ്പത്തിക സംവരണ ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയെടുത്തത്. സുപ്രീം കോടതി വിധി ജാതി സംവരണത്തിന് മാത്രമാണ് ബാധകമാകുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ബിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് നിയമവിദഗ്ധരുടെ നിരീക്ഷണം. അതേസമയം ബിൽ പാസാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാകുമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. इससे समाज के अंदर एकता आएगी और इकट्ठे होके हम सब देश के लिए काम करेंगे. ये ऐतिहासिक कदम है. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരാണ് സംവരണത്തിനായി പരിഗണിക്കപ്പെടുന്നത്. നബാർഡ് 2016-17 നടത്തിയ സർവേ അനുസരിച്ച് ഗ്രാമീണ ജനസംഖ്യയിലെ 99% പേരും സംവരണത്തിന് അർഹരാകും. 2015-16 സർവേ അനുസരിച്ച് 5 ഏക്കറിൽ താഴെ കൃഷിഭൂമിയുള്ളവരാണ് ജനസംഖ്യയിലെ 86%. 2011-12 സാമ്പിൾ സർവേ പ്രകാരം 20% ജനങ്ങൾക്കും വീട് 1000 ചതുരശ്ര അടിയിൽ താഴെയാണ്. ചുരുക്കി പറഞ്ഞാൽ മുന്നാക്ക വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷവും സംവരണത്തിന് അർഹരാകും. പാർലമെന്റിലെ ചർച്ചയിൽ എതിർത്തുവെങ്കിലും വോട്ടെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ പിന്തുണച്ചതും ഈ കണക്കുകൾ കൊണ്ടാണ്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. സംസ്ഥാനത്ത് ആദ്യമായി കപ്പലിൽ മദ്യസൽക്കാരത്തിന് അനുമതി നൽകി എക്സൈസ് വകുപ്പ്. കൊച്ചിയിലെ ആഡംബര കപ്പലായ നെഫർട്ടിറ്റിക്കാണ് മദ്യം വിളമ്പാൻ ലൈസൻസ് നൽകിയത്. ഇൻലാൻഡ് നാവിഗേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. ലൈസൻസ് നൽകാനായി എക്സൈസ് വകുപ്പ് പ്രത്യേക ഉത്തരവിറക്കി. മദ്യം വിളമ്പിയുള്ള കപ്പലിലെ ആദ്യ യാത്ര ശനിയാഴ്ച നടക്കും. CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ്, ഈ ഉത്തരവിന്റെയും പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കാവുന്നതും എന്താണ്? സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കപ്പലിൽ മദ്യസൽക്കാരത്തിന് എക്സൈസ് വകുപ്പ് അനുമതി നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് പ്രത്യേക ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇൻലാൻഡ് നാവിഗേഷന്റെ ഉടമസ്ഥയിലുള്ള നെഫർട്ടിറ്റി എന്ന ആഡംബര കപ്പലിന് ലൈസൻസ് നൽകിയത്. ഈ മദ്യം വിളമ്പിയുള്ള ആദ്യ യാത്ര നാളെ കഴിഞ്ഞ് നടക്കും. 5 ലക്ഷം രൂപയാണ് ഒരു യാത്രയ്ക്കായി ഈ കപ്പൽ ഈടാക്കുന്നത്. ഒപ്പം തന്നെ 200ഓളം യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന സൗകര്യവുമുണ്ട്. തിയേറ്റർ അടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങളും ഇതിന്റെ ഭാഗമായി
സൗകര്യമായി ഒരുക്കിയിട്ടുണ്ട്. 50,000 രൂപ വാർഷിക വരിസംഖ്യയായിട്ടാണ് ഈ ലൈസൻസ് നൽകുന്നതിന് ഈ കപ്പലിൽ നിന്നും ഈടാക്കിയിട്ടുള്ളത്. ഈ കപ്പലിന് വേണ്ടി മാത്രമായിട്ടാണ് FL13 വിഭാഗത്തിൽപ്പെടുത്തി ലൈസൻസ് നൽകുന്നത് എന്നാണ് എക്സൈസ് വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. CN പ്രകാശാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. ശുദ്ധിക്രിയ വിവാദത്തിൽ ശബരിമല തന്ത്രിക്ക് എതിരായ സർക്കാർ നീക്കം പ്രതിരോധിക്കാൻ തന്ത്രി സമാജത്തിന്റെയും ബ്രാഹ്മണ സംഘടനകളുടെയും തീരുമാനം. വിഷയം ദേശീയതലത്തിൽ ചർച്ചയാക്കാൻ ചെന്നൈയിൽ ചേർന്ന തന്ത്രി പ്രമുഖരുടെ യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരത്തും ഉടൻ തന്ത്രി പ്രമുഖരുടെ യോഗം ചേരും. ശുദ്ധിക്രിയ നടത്തിയതിൽ 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ദേവസ്വം ബോർഡ് തന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരായ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ തന്ത്രി സമാജവും ബ്രാഹ്മണ സഭയും രംഗത്തെത്തി. ശുദ്ധിക്രിയകൾ ക്ഷേത്രത്തിൽ പതിവാണെന്നും പണച്ചെലവില്ലാത്തതിനാൽ ഇതിന് ദേവസ്വം അനുമതി വേണ്ടെന്നുമാണ് തന്ത്രി സമാജത്തിന്റെ വാദം. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സാങ്കേതികമായ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന മാത്രമാണ്. അതൊരിക്കലും ക്ഷേത്രത്തിന്റെ ആന്തരികമായ കാര്യത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിലോ മതപരമായ കാര്യങ്ങളിലോ ഒന്നും ഇടപെടുന്നതിനുള്ള അധികാരമോ റൈറ്റോ ഒന്നും ദേവസ്വം ബോർഡിനില്ല. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് വാസ്തവത്തിൽ ദേവസ്വം ബോർഡിന് മറുപടി കൊടുക്കേണ്ട ബാധ്യതയൊന്നുമില്ല. ശബരിമല ശുദ്ധിക്രിയയിൽ തെറ്റില്ല. താന്ത്രിക അവകാശം പാരമ്പര്യമായി കിട്ടുന്നതാണ്. തന്ത്രിക്കെതിരെ ദേവസ്വം ബോർഡ് നടപടിയുണ്ടായാൽ നിയമപരമായും ധാർമ്മികമായും നേരിടും. വിഷയം ചർച്ച ചെയ്യാൻ കേരളത്തിലും പുറത്തും ഹൈന്ദവ സംഘടനകളുടെ യോഗവും വിളിക്കും. അമ്പലത്തിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അവസാന വാക്ക് തന്ത്രിയുടെ തന്നെയാണ്. ദേവസ്വം ബോർഡ് എന്ത് ബേസിസിലാണ് തന്ത്രിയോട് ഷോക്കാസ് ചോദിച്ചിരിക്കുന്നത് തന്നെ അറിയില്ല. അത് കോടതിയിൽ നിൽക്കാത്തൊരു സംഭവം കൂടിയാണ്. ശരിയായ നിലപാടല്ല എന്ന് തന്നെയാണ്. സുപ്രീം കോടതി വിധി സംബന്ധിച്ച് തന്ത്രിക്ക് രേഖാമൂലം നിർദ്ദേശങ്ങളൊന്നും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അധിക സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് സർക്കാർ. ഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിൽ ഓരോയിടത്തും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാകും സുരക്ഷ ഏർപ്പെടുത്തുകയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. തിരുവാഭരണത്തിന് കേടുപറ്റാതെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിക്കുമെന്ന് ദേവസ്വം ബോർഡും ഉറപ്പു നൽകി. പന്തളം കൊട്ടാരത്തിൽ നിന്ന് സന്നിധാനം വരെയും തിരിച്ചുമുള്ള ഘോഷയാത്രയ്ക്ക് സായുധ സേന, ബോംബ് സ്ക്വാഡ് എന്നിവയുടെ സുരക്ഷ ഉണ്ടാകും. ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിൽ ഓരോ സ്ഥലത്തും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാകും സുരക്ഷ. ജനുവരി 12-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്കിന് ശേഷം ജനുവരി 23-ന് പന്തളം കൊട്ടാരത്തിൽ തിരിച്ചെത്തിക്കും. ഘോഷയാത്രയെ അനുഗമിക്കുന്ന പന്തളം രാജാവിന്റെ പ്രതിനിധിക്ക് പ്രത്യേക സംരക്ഷണം നൽകുമെന്നും സർക്കാർ അറിയിച്ചു. പുതിയ സാഹചര്യത്തിൽ തിരുവാഭരണം തട്ടിയെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പന്തളം കൊട്ടാരം ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഇതിനാൽ പോലീസ് സംരക്ഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. വൈപ്പിൻ തുറമുഖത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കേടായ മത്സ്യങ്ങൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. ഇതര സംസ്ഥാന ബോട്ടുകളിൽ നിന്നാണ് മത്സ്യം പിടികൂടിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നായിരുന്നു ഫിഷറീസ് വകുപ്പ് പരിശോധന നടത്തിയത്. 45% മത്സ്യങ്ങളും കേടായവയാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. രജനീകാന്തിന്റെ പുതിയ ചിത്രമായ പേട്ടയ്ക്ക് ആരാധകരുടെ വൻ വരവേൽപ്പ്. പാലക്കാട്ട് പുലർച്ചെ 3:30-ക്കാണ് ആരാധകർക്കായുള്ള പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചത്. ചിത്രത്തിൽ അഭിനയിച്ച മലയാള നടൻ മണികണ്ഠൻ ആചാരിയും രജനി ഫാൻസിനൊപ്പം ആദ്യ ഷോ കാണാനെത്തിയത് ആവേശം ഇരട്ടിയാക്കി. അജിത്തിന്റെ വിശ്വാസവും ഇന്ന് തിയേറ്ററിലെത്തി. വെല്ലൂരിൽ ഇരു താരങ്ങളുടെയും ആരാധകർ ഏറ്റുമുട്ടി. 2 പേർക്ക് കുത്തേറ്റു. കൊട്ടും മേളവുമായി രജനി ആരാധകർ തിയേറ്ററിന് മുന്നിൽ ആഘോഷമാക്കി. പുലർച്ചെ 3:30-ക്ക് പാലക്കാട് സത്യ തിയേറ്ററിൽ നടന്ന ആദ്യ പ്രദർശനം കാണാൻ ചിത്രത്തിൽ അഭിനയിച്ച മണികണ്ഠൻ ആചാരിയും എത്തിയതോടെ ആരാധകരും ആവേശത്തിലായി. സിനിമയുടെ ഇടവേളയിൽ മണികണ്ഠനോടൊപ്പം കേക്ക് മുറിച്ച് ആഘോഷം മധുരമാക്കി. കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത പേട്ട ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ ചേരുവകളും ഉള്ളതാണ്. സിനിമയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ചതിൽ നടൻ മണികണ്ഠനും സന്തോഷം. അതിനകത്ത് എന്ത് ക്യാരക്ടർ ചെയ്തു അല്ലെങ്കിൽ എത്ര സീനിൽ വന്നു എന്നുള്ളതല്ല, രജനീകാന്ത് സിനിമയിൽ ഞാനുണ്ട്. അതെന്റെ വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു സന്തോഷമാണ്. ആരാധകർക്കൊപ്പം ഡാൻസും കളിച്ചാണ് മണികണ്ഠൻ മടങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്.
ആലപ്പാടിനെ സംരക്ഷിക്കാൻ ആലപ്പാടിനെ പരിസ്ഥിതി നാശത്തിലേക്ക് നയിച്ചത് IREയുടെ അശാസ്ത്രീയ ഖനനം. ധാതുക്കൾക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി ഖനനം നടത്തിയ സ്ഥലത്ത് പകരം മണ്ണിട്ട് നികത്തിയില്ല. തീരദേശ പരിപാലന നിയമവും പാട്ടഭൂമിയിൽ പാലിക്കേണ്ട വ്യവസ്ഥകളുമെല്ലാം IRE കാറ്റിൽ പറത്തിയെന്നാണ് ആക്ഷേപം. ഖനനം ചെയ്തെടുക്കുന്ന ധാതുമണലിന് പകരം മണ്ണിട്ട് പ്രദേശം നികത്തണം. എന്നാൽ 1965 മുതൽ ഖനനം നടക്കുന്ന ആലപ്പാട് IREL മണ്ണിട്ട് നികത്തിയില്ല. 20,000 ഏക്കറോളം വരുന്ന പ്രദേശത്ത് കടൽ കയറി. ഇത് മാത്രമല്ല IREL ആലപ്പാട് പ്രദേശത്തോട് ചെയ്ത ദ്രോഹം. കായൽ, കടൽ തീരങ്ങളിൽ ഖനനത്തിന് നിശ്ചിത അകലം പാലിക്കണമെന്നാണ് തീരദേശ പരിപാലന നിയമത്തിലെ വ്യവസ്ഥ. ഇത് മറികടന്നും IREL ഖനനം നടത്തി. ഒരു നിയമവും പാലിച്ചുകൊണ്ടല്ല ഖനനം നടത്തുന്നത്. കാരണം ഒരു നിയമവും ഇല്ലെങ്കിൽ പോലും ഈ തീരത്തുനിന്ന് മണലെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാകും. 200% പിഴ ഈ നടത്തുന്നവരാരാണെങ്കിലും ഒരു സർക്കാരിലേക്ക് അടയ്ക്കണമെന്നാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതൊന്നും പാലിച്ചിട്ടില്ല. കേന്ദ്ര കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ നിബന്ധനകൾ പാലിക്കാനും IREL തയ്യാറായില്ല. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമവും IREL ലംഘിച്ചു. നിയമമനുസരിച്ച് ഖനനത്തിന് വിലക്കുള്ള പ്രദേശങ്ങളിലും IREL ഖനനം നടത്തി. IRELന്റെ നിരന്തര നിയമലംഘനങ്ങളാണ് ആലപ്പാടെന്ന ഭൂപ്രദേശത്തെ മരണാസന്നമാക്കിയത്. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അതാകും ആലപ്പാടിന് പുതുജീവൻ നൽകാനുള്ള മാർഗം. ആലപ്പാടിൽ നിന്നും ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം 25 മുതൽ ചേരും. ഇക്കാര്യം ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സർക്കാരിന്റെ 1000 ദിനങ്ങൾ വിപുലമായി ആഘോഷിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മത്സ്യ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്ന മത്സ്യബന്ധന നയത്തിന്റെ കരടിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഭരണഘടനാ ഭേദഗതി നിയമസഭകൾ കൂടി പാസാക്കുന്നതാണ് ഉചിതമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ഭരണഘടനാ സംരക്ഷണ സംഗമം ഈ മാസം 26-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും സ്പീക്കർ. സാമ്പത്തിക സംവരണ ബിൽ സ്വാഗതാർഹമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. ബില്ല് വഴി ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് പുറമെ ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾക്കും ആനുകൂല്യം ലഭിക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ബുലന്ദ്ഷഹറിൽ ഇൻസ്പെക്ടർ സുബോധ് കുമാർ കൊലപാതക കേസിൽ ഒരു പ്രധാന പ്രതി കൂടി പിടിയിൽ. പിടിയിലായത് യുവമോർച്ച നേതാവ് ശിഖർ അഗർവാൾ.